അതെ, നിങ്ങൾ എന്നെ പോലെയാണോ? ഒന്ന് പറയണേ. ഈ ഞായറാഴ്ചയുള്ള ദിവസം രാവിലെ എഴുന്നേൽക്കാനും അടുക്കളയിൽ കയറാനും ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒടുക്കത്തെ മടിയാണോ? എനിക്കങ്ങനെയാണ് ട്ടോ. ബാക്കിയുള്ള ദിവസം പോലെയല്ല. ഞായറാഴ്ച ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കണം. അടുക്കളയിൽ കയറുമ്പോൾ ഉഡായിപ്പിലുള്ള നാസ്തയും കറികളും ഒക്കെ റെഡിയാക്കണം. അങ്ങനെയാണ് ട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ മടിയായിരുന്നു. ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ നേരെ വന്ന് കട്ടൻ ചായയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഒഴിച്ച് കുടിക്കാനെടുത്താലും എനിക്കത് ഇരുന്നുകൊണ്ട് കുടിക്കണം. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ കുടിക്കണം. ചില ദുശീലങ്ങൾ എന്നൊക്കെ പറയില്ലേ അതാണ്. അങ്ങനെ ഞാൻ ഇക്കാക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനൊക്കെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് ട്ടോ. ഈ സമയം നമ്മൾ കുറച്ച് ഇരുന്ന് റിലാക്സ് ചെയ്ത് കുടിക്കുക എന്നുള്ളത് ഉള്ളൊരു ശീലമാണ്. ഒരു അത്ര നല്ലതല്ലാത്ത ശീലം. സമയമുള്ള ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കാറുണ്ട്. ഇല്ലാത്ത ദിവസങ്ങളിൽ ഇല്ല ട്ടോ. അപ്പോൾ അടുക്കളയിൽ തിരക്കായിരിക്കും. അപ്പോൾ ഓടി അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ എന്താ പറയുക ചായയൊക്കെ കുടിച്ച് നേരെ അടുപ്പത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഗ്യാസിൽ എങ്ങനെ കടല വെച്ചാലും അതൊക്കെ തെറിച്ചൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൈ ഉടനെ തുടച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചായ ഒഴിച്ചപ്പോഴും കുറച്ച് അവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് മാറ്റി. ഇങ്ങനെ പരന്ന് തിരിഞ്ഞ് അലമ്പായിട്ട് കിടക്കൂലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഉഡായിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉഡായിപ്പൊന്നുമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കഴിക്കാനും ഒക്കെ രുചി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫുഡ് എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഫ്രീ ആയിട്ടുള്ളവർ ഒന്ന് കണ്ടോളൂ. അല്ലാത്തവർ ഇവിടെ വച്ചിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതിയേ. സംഭവം മറ്റൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ആമസോണിൽ ചെറിയ രീതിയിൽ ഓഫർ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റിലൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ചെറിയൊരു റേറ്റ് കുറച്ചിട്ടൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 തരം ലിപ്സ്റ്റിക് ഷെയ്ഡുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ്. ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഏതൊക്കെയാണ് ബ്രാൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഷുഗർ പോപ്പിൻ്റെ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ ഒക്കെ തരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു എന്താ പറയുക ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലിപ്പൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കളറ് ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അടുത്ത ബ്രാൻഡ് നമ്മുടെ ഷുഗർ പോപ്പിൻ്റെ തന്നെയാണ്. സെയിം ലിപ് ഗ്ലോസ് തന്നെയാണ് കേട്ടോ. അതിൻ്റെതും ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ്. ഇത് കോട്ടൺ ക്യാൻഡി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക തരം കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാണെന്നുള്ളത്. അപ്പോൾ ദേ അടുത്ത വന്നിട്ട് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഷുഗർ പോപ്പിന്റെ തന്നെ 05 ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വന്നിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഇന്ത്യൻ ഗേൾസിനൊക്കെ ഒരുപാട് നല്ലൊരു ഭംഗിയിൽ പോകുന്ന ഒരു ഷെയ്ഡാണ്. അടുത്തത് കാണണ്ടേ? അടുത്തത് വന്നിട്ട് നമുക്ക് അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. ഇത് നമുക്ക് ലിപ്പിലും അതുപോലെ തന്നെ ചീക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ? നല്ലൊരു കളറാണ്. അടുത്തത് നമുക്കൊരു ലിപ്സ്റ്റിക്കിനെ പരിചയപ്പെടാം. ഇത് റെനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു പ്രത്യേക തരം ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. സംഭവം കിട്ടുവാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് ഇതിൻ്റെയൊക്കെ ലിങ്കും സംഭവങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഒന്ന് കയറി ചെക്ക് ചെയ്തോളൂ. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മൾ സവാളയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊടിയായിട്ട് അരിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഉപ്പുമാവാണ്. പല ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഈ ഉപ്പുമാവ് വെക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കഴിക്കാനൊക്കെ രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. പിള്ളേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉപ്പുമാവ്. അപ്പോഴേ ഉപ്പുമാവ് കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് കോംബോയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നും കൂടി പറയണം കേട്ടോ. ചില ആളുകൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ചില ആളുകൾ പഞ്ചസാര ഇട്ട് കഴിക്കാറുണ്ട്. ചില ആളുകൾ സാമ്പാർ ഒഴിച്ച് കഴിക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു ഹോട്ടലിൽ നല്ല സാമ്പാറും ഉപ്പുമാവൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ കോമ്പിനേഷൻ ആണല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കടല ഫ്രൈ ആണ്. ഫ്രൈ എന്ന് പറയാം, റോസ്റ്റ് എന്ന് പറയാം.
ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലത്തിയെന്നാണ് പറയണത്. അതാണ് സിമ്പിളാണ്. കടല ഉപ്പിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിയോ സവാളയോ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് എണ്ണയിൽ കടുക് താളിച്ച് മൂപ്പിച്ചെടുക്കുക. ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കടല വേവിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 അടുപ്പിലായിട്ട് വെക്കുന്നുണ്ട് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഉപ്പുമാവിന് എപ്പോഴും തയ്യാറാക്കുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് വറ്റൽമുളക് അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വറ്റൽമുളകും ഉഴുന്ന് പരിപ്പും കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് കടുക് മാത്രമാണ് ട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. സവാള എത്രത്തോളം വഴന്ന് വരുന്നോ അത്രത്തോളം നല്ലതാണ്. കുറച്ചുകൂടി പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത അടപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി കിടു. അവിടെ കിടന്ന് തിളക്കട്ടെ. ഈ തിളച്ചതിലേക്ക് കൈ എടുക്കാണ്ട് നമ്മുടെ എന്താ പറയുക ഉപ്മാവിൻ്റെ റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പല ആളുകളും വറുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഉപ്മാവിന് റവ ചേർത്ത് കൊടുക്കുന്നത്. ചില ആൾ ഞാനിപ്പോൾ വറുക്കാത്ത റവ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ രണ്ടും ചെയ്തിട്ട് വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞു നിന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു അടപ്പിൻ്റെ ചൂടിൽ കിടന്നിട്ട് ഒന്ന് പറ്റി പുരണ്ട് വരണം കേട്ടോ. അതങ്ങനെ കിടക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണയോടും കൂടി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിട്ട് കിട്ടും. വെളിച്ചെണ്ണ തന്നെ വേണം, അല്ലെങ്കിൽ നല്ല നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ, ഇനി നമ്മുടെ കടല താളിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകിട്ട് മൂപ്പിക്കുക. മുളകിൻ്റെ എരിവ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്താം കേട്ടോ. ഇനി വേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കടല വേവിച്ചത്, കടല നല്ല സോഫ്റ്റ് ആയിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അതിനകത്തേക്ക് തട്ടിയെടുക്കുക. ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് മറിച്ചെടുത്ത് ആ ഒരു ചെറിയൊരു ചൂടിലൊക്കെ കിടന്ന് കടലയിലേക്ക് ഈ എരിവൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി റെഡി. അപ്പോൾ ഇത് നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്